ഹലോ, ഇത്തവണ നമുക്ക് സാരി ഡ്രസ്സ് പോലെ ഒന്ന് ഉടുത്തു നോക്കിയാലോ? അപ്പൊ അതിനാദ്യമായിട്ട് വേണ്ടത് ഒരു ടാങ്ക് ടോപ്പോ ഇല്ലെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന പോലെ ഒരു ക്രോപ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ബ്ലൗസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്. പിന്നെ ഉടുക്കുന്ന സാരിക്ക് മാച്ച് ആയിട്ട് ഒരു ലോങ് സ്കേർട്ട്. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലുള്ള സാരി ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ഭംഗിയായിരിക്കുന്നത് കാണാനായിട്ട്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഷിഫോൺ സാരി ആട്ടോ. അപ്പോൾ ആ സാരി നമ്മൾ നടുക്ക് വെച്ചിട്ട്, അതായത് പകുതിയായിട്ട് നമ്മളിത് മടക്കിയെടുക്കണം ആദ്യം. അതായത് ഇതിൻ്റെ ഒരു പകുതി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മടക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മടക്കിയെടുത്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുകയാണ്. അതായത് ഇത് നമ്മൾ ആദ്യം പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ലാസ്റ്റ് എടുത്ത് വെറുതെ ഒന്ന് കുത്തിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ഒരു 2-3 മിനിറ്റിൽ നമുക്കിത് ഉടുത്ത് ഇറങ്ങാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആദ്യം പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിത് ഈ നടുക്ക് എടുത്തതിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു 7 പ്ലീറ്റും റൈറ്റിലേക്ക് ഒരു 7 പ്ലീറ്റും അങ്ങനെയാണ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ടോട്ടൽ 14 പ്ലീറ്റ്. ഒരു സൈഡിൽ 7 പ്ലീറ്റ് എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ വാക്കുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് 7 പ്ലീറ്റ് ഇതേപോലെ ഞാൻ കൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. അതൊരു പിൻ വെച്ച് കുത്തിവെക്കുക. അതിനുശേഷം സാരിയുടെ ഒരേ സൈഡിൽ വരുന്ന 2 അറ്റം പിടിച്ചിട്ട് ഒരു ചെറിയൊരു കെട്ടിട്ട് വെക്കുക. ചെറിയ കെട്ടാട്ടോ, വലിയ ഇങ്ങനെ കാണുന്ന പോലെ അങ്ങനെയില്ല, ഒരു ചെറിയൊരു കെട്ട് മതിയേ. മറ്റേ സൈഡിലും അതേപോലെ തന്നെ കെട്ടിയിടണേ. കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മാത്രം മതിയേ. ആദ്യം ഞാൻ ലെഫ്റ്റ് കൈയിലാണ് ഞാനിത് ഇടുന്നത്. അതായത് നമ്മൾ ഈ ബാഗ് ഒക്കെ ഇടത്തില്ലേ, അതേപോലെ ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ കയ്യിൽ കയറ്റിയിട്ട് അതങ്ങ് ഷോൾഡറിൽ ഇടുകയാണ്, വെറുതെ ഇട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ പ്ലീറ്റും ഇതെല്ലാം കൂടി നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ റൈറ്റിലേക്ക് എടുത്തിട്ട് നേരത്തെ ലെഫ്റ്റ് കയ്യിൽ ഇട്ടതുപോലെ തന്നെ നമ്മൾ റൈറ്റ് കയ്യിൽ ആ ഹോളിൽ കൂടെ തന്നെ നമ്മൾ അകത്തേക്ക് ഇടുകയാണ്. ബാഗ് ഇടുന്ന പോലെ തന്നെ ഇട്ടു. എന്നിട്ട് ഈ പ്ലീറ്റ് എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഈ ബാക്കിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലായിട്ടാണ് നമ്മളിത് കുത്തിവെക്കുക. ഒരു ചെറിയ ബോളിവുഡ് ലുക്കൊക്കെ കിട്ടും കേട്ടോ. ഈ ഷോൾഡറിൽ നമ്മളിപ്പോൾ ഒരു കെട്ടിട്ടിട്ടില്ലേ, ഇപ്പൊ ഇനി കെട്ട് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ പിൻ ചെയ്തും വെക്കാവുന്നതാണ് കേട്ടോ. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു എഡ്ജ് എടുത്തിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് വെക്കാവേ.
അതിനുശേഷം ഒരു നല്ല ഫാൻസി ബെൽറ്റും കൂടെ ഉണ്ടെങ്കിൽ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് കിട്ടാൻ വേണ്ടി സ്കേർട്ട് മാറ്റി പാൻസിന്റെ കൂടെയും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ലെഗിങ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെലാസോയോ ജഗിങ്സോ അങ്ങനെ ഏതിന്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. ഇനി ഏത് ലുക്കാ ട്രൈ ചെയ്യേണ്ടതെന്നുള്ളത് കമന്റ്സിൽ പറയണേ. ഓക്കെ, ബൈ.